രണ്ട് ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് എൻഡിഎ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. സത്യപ്രതിജ്ഞാ തീയതി ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യത. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയും ഇന്ത്യയും മുന്നണിയും വിലയിരുത്തും. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇതെന്നും രാഹുൽ ഗാന്ധി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കുമ്പോൾ പുതിയ ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേൽക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ഇനിയും ഹാജരായില്ലെങ്കിൽ ചോദ്യം ചെയ്യാനായി SIT നേരിട്ട് കസ്റ്റഡിയിലെടുക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ A. പത്മകുമാർ ചോദിച്ച സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകും. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധു ജയകുമാറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. 7 ദിവസത്തേക്കാണ് NIA മധുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് അനധികൃതമായി ആളുകളെ എത്തിച്ച അവയവക്കടത്ത് നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് മധു. BJP നേതാവും അധ്യാപകനുമായ K. പത്മരാജൻ പ്രതിയായ പാലത്തായി പീഡനക്കേസിൽ തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പത്മരാജൻ അധ്യാപകനായിരിക്കെ അതേ സ്കൂളിലെ 4ാം ക്ലാസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവില്ലെന്ന വിദഗ്ധ സമിതി കണ്ടെത്തൽ അംഗീകരിക്കാതെ കുടുംബം. SIT ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്ന നിലപാടിൽ ഉറച്ച ബന്ധുക്കൾ. റിപ്പോർട്ടുടൻ തന്നെ DMV സർക്കാരിന് കൈമാറും. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. പ്രതി സുരേഷ് കുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ കൂടുതൽ സ്ഥലങ്ങളിലെത്തിച്ച് റെയിൽവേ പോലീസ് തെളിവെടുക്കും. പ്രതി കേരള എക്സ്പ്രസിൽ കയറുന്നതിന് മുൻപ് മദ്യപിച്ച കോട്ടയത്തെ ബാറിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിനെതിരെ ഇന്ന് ഇടത് അധ്യാപക സംഘടന പ്രതിഷേധിക്കും. ഡോക്ടർ മോഹനൻ കുന്നുമലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് AKPCTA സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് ഇന്ന് നിർണായകം. സ്ഥാനാർത്ഥി പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി മേൽവിലാസവും വീട്ടു നമ്പറും മാറി നൽകി എന്നതാണ് വൈഷ്ണയ്ക്കെതിരായ ആരോപണം. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. IPL 19ാം സീസണിന് മുന്നോടിയായി ടീമിൽ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക ഫ്രാഞ്ചൈസികൾ ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 5 മണിക്കാണ് പ്രഖ്യാപനം. കേരളത്തിലെ പ്രധാന വാർത്തകൾ. റെഡ് ഈസ് ബ്ലഡ് കേരളയുടെ സഹകരണത്തോടെ സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കമാൻഡിംഗ് ഓഫീസർ കേണൽ മുകുന്ദ് ഗുരുരാജ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രമോദ് KS, മുഹമ്മദ് ഷാദിൽ, റഫീഖ്, ഷമീർ കാരാടിപ്പാറ എന്നിവർ നേതൃത്വം നൽകി. സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റിന്റെ 19ാമത് യുണിക്ലി മീ സിനിമാ താരം മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു. 757 വൈകല്യമുള്ള കുട്ടികളും 170 മറ്റ് വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ മനക്കോടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പഞ്ചലോകത്തിൽ തീർത്ത അർച്ചനാ വിഗ്രഹം ഘോഷയാത്രയായി ഭഗവത് സന്നിധിയിൽ എത്തിച്ചു. താളവാദ്യങ്ങളുടെ അകമ്പടിയോടെയായിട്ടാണ് വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചത്. കാസർഗോഡ് ബില്ലടയ്ക്കാത്തതിന് ഫ്യൂസ് ഊരിയ KSEBയുടെ യുവാവിന്റെ പ്രതികാരം. നഗരത്തിലെ വിവിധയിടങ്ങളിലെ ഫ്യൂസ് ഊരി. സംഭവത്തിൽ ചൂരി സ്വദേശി മുഹമ്മദ് മുനവീർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും രാജിവെച്ചവർ CPIMൽ ചേർന്നു. ആര്യനാട് തോടൂർ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളായ വണ്ടക്കല G സുധീഷ്, BJP പ്രവർത്തകനായിരുന്ന ഷിബു എന്നിവരാണ് CPIMൽ ചേർന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് അരിമലയിലെ വീട്ടിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഡിജിറ്റൽ കാണിക്ക സൗകര്യം ഒരുക്കി SBI. ഇനി ഭക്തർക്ക് കാണിക്കയിടാൻ നോട്ടും നാണയവും കരുതേണ്ട. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊല്ലം റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച ഈ ഹുണ്ടിയുടെ ഉദ്ഘാടനം റീജിയണൽ മാനേജർ ശ്രീജിത്ത് GL നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ തൃശൂർ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ നവീകരണത്തിന്റെയും ശിവേലി നടപ്പുര നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർവഹിച്ചു. 75 ലക്ഷം രൂപ ചെലവിലാണ് നടപ്പുര നിർമ്മിക്കുന്നത്. പാലക്കാട് നെല്ലായിൽ കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുരുങ്ങി 9 വയസ്സുകാരൻ മരിച്ചു. പേങ്ങാട്ടേരി സ്വദേശി മുജീബിന്റെ മകൻ മുഹമ്മദ് ആഷിഖാണ് മരിച്ചത്.
കാസർഗോഡ് ജില്ലയിൽ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ വനിതാ ശിശുവികസന വകുപ്പുമായി സഹകരിച്ച് ശിശുദിന റാലിയും വിദ്യാർത്ഥി പൊതുസഭയും സംഘടിപ്പിച്ചു. വിദ്യാനഗറിൽ അസാബ് കാര്യാലയം പരിസരത്ത് നിന്ന് സൺറൈസ് പാർക്കിലേക്ക് നടന്ന റാലി കാസർഗോഡ് ASP ഡോക്ടർ M നന്ദഗോപൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിഭാഗം സ്വീപ്പിന്റെ സഹകരണത്തോടെ ക്യാൻഡിൽ ലൈറ്റ് ബോധവൽക്കരണ ജാഥ സംഘടിപ്പിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉറപ്പായും വോട്ട് ചെയ്യും എന്ന മുദ്രാവാക്യവുമായി കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ജാഥ. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ദ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി പാലക്കാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലിൽ 200ഓളം പേർ പങ്കെടുത്തു. ജോബി വി ചുങ്കത്ത് മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി സമഗ്ര വികസന പദ്ധതിയും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും സംയുക്തമായി നടത്തുന്ന PSC പരിശീലന പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് 2 ബാച്ചുകളിലായി 80 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പ്രധാന അറിയിപ്പുകൾ. മലപ്പുറം മഞ്ചേരിയിൽ സെർബൽ പാൾസി ബാധിതരായ കുട്ടികളുടെ വളർച്ചയും പുനരധിവാസവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആസ്പിരിയ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. രാവിലെ 9-ന് ഏറനാട് ട്രോമാ സെന്ററിലാണ് ക്യാമ്പ്. സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഈ മാസം 23, 24 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടത്താൻ നിശ്ചയിച്ച ദേശീയ പ്രചാരണ സമ്മേളനം ന്യൂഡൽഹിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റിവെച്ചു. സമ്മേളനം മറ്റൊരു ദിവസം നടത്തുമെന്ന് സ്വാഗത സംഘം അറിയിച്ചു. തിരുവനന്തപുരം പൂജപ്പുര SBIക്ക് സമീപം കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുമല പൂജപ്പുര റോഡിൽ ഗതാഗത നിയന്ത്രണം ഡിസംബർ 12 വരെ. കോഴിക്കോട് പൂവാട്ടുപറമ്പ് കോട്ടായിത്താഴം റോഡിൽ ഗതാഗതം നിരോധിച്ചു. ഇന്നു മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നവരെയാണ് നിയന്ത്രണം. കൊല്ലം സെന്റർ ഫോർ കമ്മ്യൂണിറ്റി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടപ്പാക്കുന്ന ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. കൊല്ലം പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. 17-ാം തീയതി രാവിലെ 10 മണിക്കാണ് സ്പോട്ട് അഡ്മിഷൻ. പത്തനംതിട്ട ചിറ്റാർ ജലവിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസിലെ പമ്പ് സെറ്റിന്റെ പണി നടക്കുന്നതിനാൽ 5 ദിവസത്തേക്ക് ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. മാവേലിക്കര കല്ലുമല മാർ ഇവാനിയോസ് കോളേജിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗത്തിൽ കൊമേഴ്സ് ടൂറിസം അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഈ മാസം 20-ന് മുൻപായി നൽകണം. MG സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ തസ്തികകളിൽ സ്ഥിരം നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ ഉള്ളവർക്കാണ് അവസരം. വനിതാ സംരംഭക ബൂട്ട് ക്യാമ്പും കൂട്ടായ്മയും സംഘടിപ്പിക്കാൻ MG സർവകലാശാല ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ 18-നും 19-നുമാണ് ക്യാമ്പ്. MEd പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം ഈ മാസം 20-ാം തീയതി വരെ നീട്ടി. വൈകിട്ട് 4 മണി വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഫെലോഷിപ്പ് ഇൻ ഓങ്കോളജിക് ഇമേജിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നവംബർ 24 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ നൽകാം. ആലത്തൂർ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കായി പരിശീലന പരിപാടി നടത്തുന്നു. ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ ഈ മാസം 24 മുതൽ 28 വരെയാണ് പരിശീലനം. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയിൽ നിന്ന് 2025-26 വർഷത്തിലെ 1ാം ഘട്ട ജലവിതരണം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉപദേശക സമിതി അംഗങ്ങളുടെ യോഗം ഈ മാസം 18-ന് വൈകിട്ട് 4-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. തുറവൂർ ചേർത്തല റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 31 ഇന്ന് രാവിലെ 8 മണി മുതൽ 19-ന് വൈകിട്ട് 6 മണി വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ ഡിസംബർ ആദ്യവാരം ആരംഭിക്കുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ നൽകാം. ദേശീയ വാർത്തകൾ. വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ഓൺലൈൻ ഹിയറിംഗുകൾ നടത്തണമെന്ന് അഭിഭാഷകർ. ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും ഹർജിക്കാരുടെയും ആരോഗ്യം പരിഗണിച്ച് മാറ്റം വേണമെന്നാണ് ആവശ്യം. ഉത്തർപ്രദേശിൽ ഭീകരവിരുദ്ധ മോക്ക് ഡ്രിൽ നടത്തി NSTയും ഇന്ത്യൻ വ്യോമസേനയും. സംയുക്ത മോക്ക് ഡ്രിൽ നടന്നത് വാരാണസിയിൽ. ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് അജന്തയിലും എല്ലോറയിലും പ്രത്യേക പരിപാടി. യുനെസ്കോയും മഹാരാഷ്ട്ര ടൂറിസം വകുപ്പും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പിൽഗുവ പ്ലാന്റിന് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി ദേശീയ ഹരിത ട്രിബ്യൂണൽ. മലിനീകരണത്തെ തുടർന്ന് കമ്പനി അടച്ചുപൂട്ടാൻ വായു ഗുണനിലവാര കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു.
മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനസ് ബസ് ഡിപ്പോയിൽ സംശയാസ്പദമായ ബാഗ് കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. പ്രദേശം ഒഴിപ്പിച്ച് നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്ന് ടൈമർ കണ്ടെത്തി. അന്വേഷണം തുടരുന്നതായി പോലീസ്. കെട്ടിക്കിടക്കുന്ന 61 കേസുകളിൽ 32 കേസുകൾ തീർപ്പാക്കിയെന്ന് സുപ്രീംകോടതി അറിയിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി. 6 മാസത്തിലേറെയായി വിധി പറയാൻ മാറ്റിവെച്ച കേസുകളാണ് പരിഗണിച്ചത്. രാജ്യാന്തര വാർത്തകൾ. സൗദി സന്ദർശിക്കാൻ പുതിയ വീസ അവതരിപ്പിച്ച ടൂറിസം മന്ത്രാലയം. വിസ ബൈ പ്രൊഫൈൽ എന്ന പദ്ധതിയിലൂടെ വിദേശികൾക്ക് ഓൺലൈൻ വഴി മിനിറ്റുകൾക്കുള്ളിൽ സൗദി സന്ദർശിക്കാനുള്ള വീസ ലഭിക്കും. അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെടിയുതിർക്കാൻ ശ്രമിച്ചയാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. മാൻഹട്ടനിലെ അപ്പർ ഈസ്റ്റിലാണ് സംഭവം. ബത്ലഹേമിൽ ഹമാസിന്റെ ശൃംഖല തകർത്തുന്ന ഇസ്രയേൽ. 40 പേർ അറസ്റ്റിലായെന്ന് ഇസ്രയേൽ സേന. ദോഹ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. വനിതാ യാത്രക്കാരിൽ നിന്ന് 2.8 കിലോഗ്രാം ഹാഷിഷും 900 ഗ്രാം മെത്താംഫെറ്റാമിനും പിടികൂടി. യുക്രൈനിൽ റഷ്യയുടെ കനത്ത ഡ്രോൺ ആക്രമണത്തിൽ 8 മരണം. കീവിൽ 6 പേരും തെക്കൻ യുക്രൈനിലെ കൊർമോർസ്കിൽ 2 പേരും കൊല്ലപ്പെട്ടു. റഷ്യയ്ക്ക് യുക്രൈനിൽ പോരാടാൻ കഴിഞ്ഞ വർഷം ഉത്തര കൊറിയ അയച്ചത് 14,000 സൈനികരെ എന്ന് റഷ്യ. നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രതിരോധ ഉടമ്പടി പ്രകാരം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 17 ദക്ഷിണാഫ്രിക്കൻ പൗരന്മാർ കൂലി പടയാളികളായതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ദക്ഷിണാഫ്രിക്ക. 20-നും 39-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് വിവരം. ഈജിപ്തിൽ അതിവേഗ ട്രെയിനുകൾ അവതരിപ്പിച്ച് സീമൻസ്. 2000 കിലോമീറ്റർ ഓടുന്ന അതിവേഗ ട്രെയിൻ രാജ്യത്തെ 90% ജനങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് അധികൃതർ. ബ്രസീലിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിലേക്ക് പ്രതിഷേധവുമായി തദ്ദേശീയരായ പരിസ്ഥിതി പ്രവർത്തകർ. കാലാവസ്ഥാ സംരക്ഷണ നടപടികളും വനസംരക്ഷണവും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഉടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. 3 ദിവസം നീളുന്ന ഇന്റർനെറ്റ് നിരോധനം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി. സലാലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച പ്രവാസികളുടെ കിയോസ്കുകൾ നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനാണ് നടപടി. സ്വയം നിയന്ത്രിത ഹൈബ്രിഡ് കാർഗോ വിമാനമായ ഹെലിയുടെ കഞ്ഞിപ്പറക്കൽ UAE-യിൽ വിജയകരം. അലൈനിലെ എമിറേറ്റ്സ് ഫാൽക്കൺ ഏവിയേഷൻ നടന്ന ചടങ്ങിൽ രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു. സ്വീഡൻ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഡബിൾ ഡെക്കർ ബസ് ഇടിച്ചു കയറിയ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. പുതിയ ഇലക്ട്രോണിക് സിഗ്നൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കൊളോൺ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം 24 വരെ പൂർണ്ണമായും അടച്ചിടും. അടച്ചുപൂട്ടൽ ദീർഘദൂര പ്രാദേശിക റെയിൽ യാത്രക്കാരെ ബാധിക്കും. സൗദി അറേബ്യയിൽ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വേണ്ടെന്ന് മേഴ്സ് സർക്കാരിന്റെ തീരുമാനം. പകരം സൈനികരെ കണ്ടെത്താൻ സന്നദ്ധ സൈനിക സേനയ്ക്ക് സർക്കാർ തുടക്കമിടും. സൗദി അറേബ്യ ഇന്ത്യയും തമ്മിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സാംസ്കാരിക മന്ത്രാലയങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വ്യാപാര ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ച് RBI. ആഗോള പ്രതിസന്ധികൾക്കിടയിലും കയറ്റുമതിക്കാരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുക ലക്ഷ്യം. ആന്ധ്രാപ്രദേശിൽ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിലായി 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി. അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആന്ധ്രാപ്രദേശിനെ കിഴക്കൻ ഇന്ത്യയിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി. ഒക്ടോബറിൽ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പിരിവം 1.21% കുറഞ്ഞു. പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, ഇന്ധനം എന്നിവയിലെ പണപ്പെരുപ്പവും GST നിരക്ക് കുറഞ്ഞതും മൊത്തവില പണപ്പെരുപ്പം കുറയാൻ കാരണമായി. ടാറ്റ മോട്ടോഴ്സിന്റെ യാത്രാ വാഹന ലാഭം 76,248 കോടി രൂപയായി ഉയർന്നു. കമ്പനിയുടെ അറ്റാദായം 76,248 കോടിയായി. 2026-ൽ യാത്രാ വാഹന വില വർദ്ധിക്കുമെന്ന് സൂചന. രൂപയുടെ മൂല്യത്തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ആഡംബര കാർ നിർമ്മാതാക്കളും ഇന്ത്യയിൽ വാഹനവില വർദ്ധിപ്പിക്കാൻ സാധ്യത. 1000 രൂപയിൽ താഴെ വിലയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സീറോ കമ്മീഷൻ അവതരിപ്പിക്കാൻ ഫ്ലിപ്കാർട്ട്. ചെലവ് ഘടനകൾ ലളിതമാക്കാനും മത്സരാധിഷ്ഠിത വില നിർണ്ണയം പ്രോത്സാഹിപ്പിക്കാനുമാണ് നടപടി. ചൈനയിലെ പ്രവർത്തനങ്ങളിൽ അഴിച്ചുപണിക്കൊരുങ്ങി സ്റ്റാർബക്സ്. ചൈനീസ് നിക്ഷേപ സ്ഥാപനമായ ബോയു ക്യാപിറ്റലുമായി സംയുക്ത സംരംഭം ആരംഭിക്കാൻ തീരുമാനം. കായിക വാർത്തകൾ. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 1ാം ഇന്നിംഗ്സ് ലീഡ് ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. 2ാം ദിനം 1 വിക്കറ്റ് നഷ്ടത്തിൽ 37 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തെ തോൽപ്പിച്ച് തൃശൂർ 1ാം സ്ഥാനത്ത്. തൃശൂരിന്റെ ജയം 2-1. സ്പാനിഷ് ഹെഡ് കോച്ച് ജെറാൾഡ് സരഗോസ ബംഗളൂരു FC വിടുന്നു. അസിസ്റ്റന്റ് കോച്ച് റെനഡി സിംഗിന് ഇടക്കാല കോച്ചായി നിയമിച്ച് ബംഗളൂരു FC.
ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ബുർഗ ധരിച്ച സ്ത്രീ ബസ്സിൽ കയറുന്ന കണ്ടക്ടർ തടയുന്നു എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. 2025 സെപ്റ്റംബറിൽ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിലുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. സ്വീഡൻ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഡബിൾ ഡക്കർ ബസ് ഇടിച്ചു കയറി 3 മരണം, നിരവധി പേർക്ക് പരിക്ക്. കാപ്പി, പഴം, മാമ്പഴം, ബീഫ് തുടങ്ങി നിരവധി ഭക്ഷ്യവസ്തുക്കളുടെ തീരുവ കുറയ്ക്കാനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പിട്ട് ട്രംപ്. വിലക്കയറ്റം മൂലം സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. ജെഫ്രി എപ്സ്റ്റീൻ ഇമെയിൽ വിവാദത്തിൽ ഡെമോക്രാറ്റുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റുകൾ മൂലമുണ്ടായ സർക്കാർ ഷട്ട്ഡൌണിൽ നിന്നും മറ്റ് പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനാണ് തനിക്കെതിരെ എപ്സ്റ്റീൻ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് ട്രംപ്. BBC-ക്കെതിരെ അടുത്തയാഴ്ച നിയമ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. BBC ട്രംപിനോട് വ്യക്തിപരമായി ക്ഷമാപണം നടത്തിയെങ്കിലും അംഗീകരിക്കാതെ ട്രംപ്. അമേരിക്കൻ ജനത വെനസ്വേലയുമായി ഒന്നിക്കണമെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോ. പരാമർശം US-യുമായുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ. ട്രാൻസ്ജെൻഡേഴ്സിനെ NCCയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്താൻ നിയമ ഭേദഗതി ആവശ്യമായി വരും. ജപ്പാനിൽ നിന്നുള്ള പ്രതിനിധി സംഘം ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുമായി കൂടിക്കാഴ്ച നടത്തി. ആന്ധ്രാപ്രദേശുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ജപ്പാനിൽ നിന്നുള്ള സംഘം. ബീഹാറിലെ മഹാസഖ്യത്തിന്റെ തോൽവിക്ക് കാരണം വോട്ട് ചോർച്ചയെന്ന് ജയറാം രമേശ്. ഭരണഘടനയും ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമെന്നും ജയറാം രമേശ്.